നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം. വരുന്നത് ജാനുവരി മാസം തേയ്പിറ പഞ്ചമി, 7-ാം തീയതി ബുധനാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 6-ാം തീയതി ചൊവ്വാഴ്ചയാണ്. മുന്നേറുന്ന നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാ ഫോർമാലിറ്റീസും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കണം. എങ്ങനെയാണ് എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേര് കൊടുക്കുന്നവര് നിങ്ങളുടെ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് അയച്ചോളുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇനി നമുക്ക് ഒരു സബ്സ്ക്രൈബറോട് മിറാക്കിൾ സ്റ്റോറി കേൾക്കാം. വന്നോളൂ. നമസ്കാരം മാഡം, ഞാൻ പ്രശോഭാണ്. വളരെ സന്തോഷകരമായ ഒരു വാർത്ത മാഡവുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. മാഡത്തിനെ വിളിച്ചൊന്നും കിട്ടിയിരുന്നില്ല. മാഡത്തിൻ്റെ വരാഹി അമ്മയുടെ പഞ്ചമി തിഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബിലൊരു വീഡിയോ യാദർശ്യമായിട്ടാണ് ഞാൻ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഞാൻ മാഡത്തിന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വോയിസ് ഇട്ടത്. മാഡം എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ മറുപടി തന്നു. എൻ്റെ ഫോട്ടോ കണ്ടിട്ട് കൃത്യമായി മാഡം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആകെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. കാരണം എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായൊരു അവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാവരും അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി യാദൃശ്യമായി ഉണ്ടായ വീഴ്ചകൾ, പ്രശ്നങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുക എന്ന് പറയാം. എല്ലാ തരത്തിലും നഷ്ടപ്പെട്ട്, അത് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ജോലി സംബന്ധമായിട്ടും എല്ലാം ഒന്നെടുത്ത് പറയില്ല, എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ആ വീഡിയോ കണ്ട് മാഡവുമായി ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്. മാഡം അപ്പോൾ അതിന് ചില പരിഹാര ക്രിയകളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മാഡത്തിന് ഒരു ദക്ഷിണ പോലും തരാൻ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല എന്നുള്ള സത്യം ഞാൻ മാഡത്തോട് തുറന്നു പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ മാഡം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് എന്നോട് പറയുണ്ടായി. മാഡം പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് കാണുന്നാൽ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ദക്ഷിണയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട, അതാകുന്ന സമയത്ത് നിങ്ങളത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഒരാൾക്ക് ഒരു സഹായം ആവശ്യമുള്ളത് അയാൾ നല്ലപോലെ ഇരിക്കുമ്പോഴല്ലോ. എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കൈപിടിച്ചുയർത്താൻ ആരെങ്കിലും വരുമെന്നുള്ളത് സത്യം തന്നെയാണ്. വരാഹി അമ്മയുടെ ആ ഒരു അനുഗ്രഹവും മാഡത്തിൻ്റെ പ്രാർത്ഥനയും കൊണ്ട് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് ജനുവരി 1, 2026 പുതുവർഷം. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പഞ്ചമി തിഥി കഴിഞ്ഞ് 24 തീയതി കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ സംഭവിച്ച മിറാക്കിളാണ്. അതിന് ശേഷമാണ് ഒരാളെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കൊരു ജോലിയുടെ കാര്യം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ ആ ജോലിയിൽ ജോയിൻ ചെയ്തു. വളരെ നല്ലൊരു ഫാമിലി എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി, നല്ലൊരു ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റി. നല്ലൊരു സാലറി പാക്കേജോടുകൂടി നല്ലൊരു പോസ്റ്റിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ മാഡത്തെ വിളിച്ച് കിട്ടിയില്ല. ആകെ ഞാൻ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ജീവിതം തിരിച്ച് കിട്ടിയതിൻ്റെ ഒരു ആശ്വാസത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു തലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറയാം. കൈവിട്ടു പോയ എൻ്റെ ജീവിതത്തിനെ കൃത്യമായി തിരിച്ച് കിട്ടി എന്നുള്ളതാണ്. അതിന് ഞാൻ മാഡത്തോട് നന്ദി പറയുക എന്നുള്ള അതല്ല, കടപ്പെട്ടിരിക്കുന്നു വളരെ. വരാഹി അമ്മയുടെ അനുഗ്രഹവും മാഡത്തിൻ്റെ പ്രാർത്ഥനയും അതെനിക്ക് പുതിയൊരു ജീവിതവും വഴിയും തുറന്നു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് താങ്ങുന്നുള്ള ഒരു മാഡത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവിൽ തൊട്ടുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ യാത്ര ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സന്തോഷത്തോടു കൂടി വരാഹി അമ്മ അനുഗ്രഹിക്കട്ടെ. ഓം സമേശ്വരി വരാഹിയേ നമഃ. പ്രിയപ്പെട്ട സഹോദര, സന്തോഷം. നിങ്ങള് വരാഹിയമ്മനിക്ക് നന്ദി പറഞ്ഞോളൂ. ഇന്നത്തെ പതിവ് എന്താച്ചാല് അടിക്കടി നിറയെ പ്രശ്നങ്ങൾ വരുന്നു. അത് ഫേസ് ചെയ്യാൻ ഒക്കുന്നില്ല. പിന്നെ വേറൊന്ന്, എന്തെടുത്താലും അപ്പൊ തന്നെ മൂഡൌട്ടായി പോകുന്നു. അങ്ങനെ മൂഡൌട്ട് ആയാലേ ഒരു കാര്യവും ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ അടിക്കടി ഒരു പതട്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ. എന്നെ ചുറ്റിയേ ഓരോ പ്രശ്നങ്ങളും വന്നിട്ടേ ഇരിക്കുന്നു, എനിക്കെന്നേ വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഏകപ്പെട്ട പ്രശ്നങ്ങളിരിക്കുന്ന എല്ലാവർക്കുമേ
നിങ്ങൾ കോവിലിൽ പോയില്ലെങ്കിലും പ്രശ്നമില്ല, ദൈവത്തിനെ വിളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ കൈകൊണ്ട് കൈകൂപ്പി തൊഴണമെന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ഞാനീ പറയുന്ന ഒരു വേർഡ് മാത്രം നിങ്ങൾ ഉച്ചരിച്ചാലേ പോതും. ഇത് വന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന ഇടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ്, ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ്. സമയമോ അങ്ങനെ ഒന്നുമില്ല, എപ്പോ വേണോ നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ്. ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ, ഇൻസ്റ്റന്റ് സൊല്യൂഷൻ എന്നൊക്കെ കേൾക്കുന്നില്ലേ, അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള വേർഡ്. ഇത് വന്നിട്ട് നിങ്ങൾ എന്തു ചോദിക്കുന്നുവോ അതിനൊരു സൊല്യൂഷൻ കാണിച്ചു തരും, ഇല്ലെങ്കിൽ അതുവേ നിങ്ങൾക്ക് നടത്തി കാണിച്ചു തരും. ഒരു ചില പേര് വന്നിട്ട് രാത്രി ഉറക്കമില്ലാതെ ഇരിക്കും, മനസ്സിന് സമാധാനമേ ഇല്ല. നിറയെ പേര് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വരുന്നുണ്ട്. എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ അതിൽ നിന്ന് വെളിയിൽ വരും? നമ്മളിൽ മിക്കവാറും പേരും അങ്ങനെ സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അവരത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവര് നിങ്ങൾ ധാരാളമായി ഈ വേർഡ് യൂസ് ചെയ്തോളുക. മാത്രമല്ല, ഇന്നിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ പ്രശ്നത്തിനെ പൊறுമയായി ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ടൈമും നമുക്ക് ഇല്ല. നമ്മുടെ മനസ്സിൽ എന്താ, ഇമ്മീഡിയറ്റ്ലി എന്ത് നമുക്ക് കിട്ടും, എങ്ങനെ അതിനൊരു സൊല്യൂഷൻ, എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ അതിന് കിട്ടണം, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഊരി വരണം, നമുക്ക് മനസമാധാനം കിട്ടണം. അങ്ങനെയല്ലേ എല്ലാരും ചിന്തിക്കത്തോളൂ. കുറഞ്ഞത് ഒരു 24 മണി നേരം, ഒരു 24 hours നമ്മുടെ കാര്യം നടന്നു കിട്ടണം, നമുക്ക് സമാധാനം കിട്ടണം. ഇന്നത്തെ രാത്രിയെങ്കിലും എനിക്കൊന്ന് നേരെ ഉറങ്ങാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ 99% പേരും. ശരിയല്ലേ? നമ്മള് ദൈവത്തിന്റെ കൂടെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇരിക്കുന്നവര്, എനിക്ക് ഉടനെ തന്നെ ഒരു തീർപ്പ് കിട്ടണം, അങ്ങനെ ഉള്ള ഒരു സൂഴ്നിലയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങള് ഈ വിഷയം നിങ്ങൾക്ക് ധാരാളമായി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 100% ഇത് കൈകൊടുക്കും. ഒന്നുണ്ട്, നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാലും ഈ വാക്ക് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്, സങ്കടത്തിലിരുന്നാലും നിങ്ങൾക്ക് ഈ വാക്ക് വന്ന് ചൊല്ലാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ബുദ്ധിമുട്ടുള്ളപ്പോഴല്ലേ ചൊല്ലേണ്ടതെന്ന്. അതിന് ഞാൻ പറയാം, കേട്ടോളൂ. ഓരോ പേർക്ക് ഓരോ മാതിരി പഴക്കത്തിലിരിക്കുന്നവരായിരിക്കും, ഓരോരോ ക്യാരക്ടറിലിരിക്കുന്നവരായിരിക്കില്ലേ. ഇപ്പൊ ഹാപ്പിനെസ് കിട്ടിയാൽ നമ്മൾ ദൈവത്തിന് താങ്ക് യു പറയും, ഇല്ലയാ? നമ്മള് നന്ദിയുണ്ട് ഭഗവാനെ എന്ന് പറയൂല്ലേ? വജ്രഘോഷം നമ്മൾ വരാഹിയമ്മനക്ക് എങ്ങനെയാ ചൊല്ലുന്നത്, അതുപോലെ. സോ സന്തോഷമായിരുന്നാലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്, മനസ്സിൽ ഒത്തിരി ഭാരത്തോടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. വജ്രഘോഷത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവല്ലോ. അതിന് ഈക്വലായ ഒരു വാക്യം. മനസ്സിൽ ഭയങ്കര സങ്കടമായിരിക്കുന്നു, നിങ്ങൾ ഈ വാക്യം ചൊല്ലി നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ മനസ്സിന് ഇതൊരു സമാധാനം കൊടുക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ അത് പൂർണ്ണമായും നേടി തന്നില്ല എങ്കിലും അതിലേക്കുള്ള വഴി നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങൾ അവിടെ നിന്ന് പിടിച്ച് കയറി പോവുക. ശരിയാ? സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളുക. ഈ വാക്യം വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അത് വരാഹിയമ്മനായാലും ശരി, പിള്ളയാരായാലും ശരി, ശിവഭഗവാനായാലും ശരി, ആരായാലും നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ വാക്ക് ചൊല്ലിക്കൊള്ളുക. കാരണം ഓരോരുത്തരും ഓരോരോ ക്യാരക്ടർ ഉള്ളവരാണ്. ഒരു ചില പേർക്ക് വന്ന് മുരുക ഭഗവാനെ പിടിക്കും, ഒരു ചില പേർക്ക് വന്ന് പിള്ളയാരെ പിടിക്കും, ഒരു ചില പേർക്ക് വന്ന് ശിവഭഗവാനെ പിടിക്കും, ഒരു ചില പേർക്ക് വരാഹിയമ്മനെ പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ചൊല്ലിക്കോളുക. ഇത് പറയുന്നത് എന്താ വെച്ചാല്, ഇത് വന്നിട്ട് ഈ ദൈവത്തിന് ആ ദൈവത്തിന് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു ദൈവത്തിനെന്നില്ല. നമുക്ക് ഏത് ദൈവമാണോ ഇഷ്ടം ആ ദൈവത്തിനെ നമ്മൾ മനസ്സാലെ സ്മരിച്ചിട്ട് ചൊല്ലിക്കോളുക. ഈ ഒരു വാക്യം ചൊല്ലിയാലേ മതി, ആ ഇടത്തില് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്യം. ഇത് വന്നിട്ട് ഈ വാക്യം നമ്മൾ ചൊല്ലുന്നതിന് യാതൊരുവിധ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒരു കെട്ടുപാടുകളും ഇല്ല. ശരിയാ? കുളിച്ചിട്ട് ചൊല്ലണമെന്നോ, നിങ്ങള് നോൺ വെജ് കഴിച്ചു പോയി, അയ്യോ എനിക്കത് പറ്റിപ്പോയല്ലോ, അങ്ങനെ ഒന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കണ്ട. മാത്രമല്ല, നിങ്ങൾ പീരീഡ്സ് ടൈമാണ്, മാറി നിൽക്കണോ, അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഏത് ശൂർനിലവിൽ നിങ്ങൾ ഇരിക്കുന്നാലും ശരി, നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരാളിന് ഞാനൊരു വലിയ പ്രശ്നത്തിലിരിക്കുകയാണ്, ഇത് ചെയ്താൽ ശരിയാവുമോ എന്ന് നിങ്ങൾ ചോദിച്ചാല് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങൾ കറക്റ്റായി ചെയ്ത് നോക്കിക്കോളുക, എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക എന്താ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന്. ജസ്റ്റ് നിങ്ങൾ ചൊല്ലി നോക്കൂ, നിങ്ങൾക്കേ അറിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ തീർത്തും കിട്ടിയിരിക്കും.
മനസ്സിൽ നിങ്ങളെ അറിയാതെ നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഒരു ശക്തി വന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരും. നമ്മൾ ചോദിച്ച കാര്യം നടക്കാൻ പോകുന്നു എന്നൊരു ഉൾവിളി നിങ്ങളുടെ മനസ്സിനെ ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും ഈ വാക്യം ഉച്ചരിക്കുന്നതിലൂടെ. മനസ്സേ പറയും തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും. അങ്ങനെ ഒരു ഉണർവ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഉണ്ടാകും. ആ വാക്യം എന്താന്ന് പറയാം, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോളുക. പിക്ചറിൽ നോക്കിക്കോളൂ. ഈ വാക്യം വന്നിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം, പറയണമെങ്കിൽ പറയാം. ശരിയാ? ഓം ശ്രീ കിലി ഓം കിലി സംഗ്. ഓം ശ്രീ കിലി ഓം കിലി സംഗ്. ഓം ശ്രീ കിലി ഓം കിലി സംഗ്. ഇതാണ് ആ വേർഡ്. അപ്പൊ നിൽക്കുന്ന ഇടത്തിലാണെങ്കിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്, ഇരിക്കണമെങ്കിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്, ഏത് നേരത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. കാരണം നമുക്ക് ഏത് നേരത്തിന് എന്ത് പ്രശ്നം വരുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും ചൊല്ലിക്കൊള്ളുക. പ്രത്യേകിച്ച് കൗണ്ടെന്നില്ല, പക്ഷെ എത്രത്തോളം കൂടുതൽ ചൊല്ലുന്നുവോ അത്രയും നല്ലത്. ഞാൻ പറഞ്ഞ മാതിരി ആപത്ത് കാലത്തിൽ നിങ്ങൾക്ക് ഉടനടി കൈ കൊടുക്കും. ഇതേമാതിരിയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതേ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ നമുക്കൊരു ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് ഒരു നല്ല നേരം ഇരുന്നാൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ, നമുക്കിതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല സമയമാണ് നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കണ്ണിൽ ഇത് പെടും. നിങ്ങൾക്ക് ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിൽ, പലതും ചെയ്തു നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. 100% നിങ്ങൾക്ക് ബലം ഉറപ്പ്. ഇനി ഒരു ചില പേർക്ക് ഡൗട്ട് വരും, ഇത് എത്ര നാൾ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഡെയിലിയും ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം ഇരിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളായി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ചൊല്ലിയാല് 24 മണി നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിനൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടിയിരിക്കും. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം നടത്താൻ കാണിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇത് കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു 4 നാളോ ഒരു 5 നാളോ നിങ്ങൾക്ക് എത്രയാ പറ്റുന്നത് അത് നിങ്ങൾ കൗണ്ട് ഫസ്റ്റിൽ മനസ്സിൽ കരുതിയിട്ട് ചെയ്തോളുക. അതല്ല വീക്ക്ലി വൺസ് ഏതെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുമല്ലോ, അതിന്റെ കൂടെ ചേർത്ത് ഇതുവേ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. സോ എങ്ങനെ വേണേലും നിങ്ങളുടെ പ്രോബ്ലംസ് റെഡിയാക്കാൻ നിങ്ങൾ ഇത് യൂസ് ചെയ്തോളുക. സോ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻക്കാകെ എത്ര നേരം വേണമെങ്കിലും, ഏത് ദിവസം വേണമെങ്കിലും, എത്ര നാൾ വരേക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. ഇതൊരു പവർഫുള്ളായ ഒരു നാമം. ഏത് കഠിനമായ അവസ്ഥയിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരാൻ, നമ്മുടെ കാര്യം നടത്തി തരാൻ കഴിവുള്ള അത്രയ്ക്കും ശക്തിയുള്ള ഒരു നാമം. എല്ലാ ദൈവത്തിനും കൈകൊടുക്കുന്ന നാമം. ശരിയാ? സോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.